നീലിമയുടെ മറുപടി സിദ്ധാർത്ഥിനെ ശരിക്കും വിഷമിപ്പിച്ചു. അച്ചു വാഷ്റൂമിൽ മറന്നുവെച്ച് റുബിക്സ് ക്യൂബ് കണ്ടതോടുകൂടി അങ്ങനെയൊരു ചോദ്യം അവളോട് ചോദിക്കണ്ടായിരുന്നു എന്ന് സിദ്ധാർത്ഥിന് തോന്നി. ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് എയർപോർട്ടിൽ നിന്നും പുറത്തു വന്ന നീലിമയെ തന്റെ മുന്നിൽ കണ്ട കാഴ്ച വല്ലാതെ അസ്വസ്ഥയാക്കി. നീലിമയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നത് അഞ്ജലിയും ആദിയുമായിരുന്നു. അതേസമയം ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ അഞ്ജലി നിഷ്കളങ്ക ഭാവത്തിൽ അച്ചുവിനെ കൊഞ്ചിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ നീലിമയുടെ ദേഷ്യം ഇരട്ടിയായി. എന്റെ മോന്റെ അടുത്ത് നിന്റെ അഭിനയൊന്നും വേണ്ട. അയ്യോ ചേച്ചി, എന്തൊക്കെയാ പറയുന്നേ? നീ നേടണമെന്ന് കരുതിയതൊക്കെ നിനക്ക് കിട്ടിയില്ലേ? ഞാൻ നിന്റെ കല്യാണം കൂടാൻ വന്നൊന്നുമല്ല. അയ്യോ, എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. അയ്യോ ആദ്യം ഇത് കേട്ടോ? ആദ്യക്ക് ഞാൻ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? നീ എന്താ നിന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? കല്യാണം കഴിക്കാതെ ഒരു കുട്ടിയുമായിട്ട് വന്ന നിന്നേക്കാളും 1000 മടങ്ങ് മിടുക്കി തന്നെയാ അഞ്ജലി. എന്തായാലും നല്ല പഠിപ്പാ കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാ പിഴച്ചു പെറ്റവന്റെ വായിന്ന് പിഴച്ച വർത്താനല്ലേ വരൂ. ആദ്യം ഇത് പറഞ്ഞു തീർന്നതും നീലിമയുടെ കൈ അവന്റെ കരണം പൊളിച്ചിരുന്നു.